മരണത്തെ ജയിച്ച പ്രത്യാശയുടെ ദിനം ഈസ്റ്റർ ഒരു പുതുജീവിതത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ്. പ്രകാശത്തിൻ്റെ ആഘോഷത്തിലേക്ക് നിങ്ങളും പങ്കുചേരും. ഗുഡ് മോർണിംഗ് ഈസ്റ്റർ. എന്തതിശയമേ യേശുവിൻ സ്നേഹം, കരുണ നിറഞ്ഞവനേ നിത്യനിരാമയനേ. എന്തതിശയമേ യേശുവിൻ സ്നേഹം, കുരിശു ചുമന്നവനേ വേദന തിന്നവനേ. എന്തതിശയമേ യേശുവിൻ സ്നേഹം, പ്രത്യേക ഈസ്റ്റർ ദിന സന്ദേശവുമായി ചേരുന്നു ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഉയർപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സന്ദേശം, ഏത് മരണവും കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. ജീവിതം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠമല്ലേ. ഓരോ മനുഷ്യനും ഒരു കാലത്ത് മരിക്കുന്നു, അടുത്ത കാലത്ത് ജനിക്കുന്നു. അതൊരു ഉയർപ്പാണ്. ഒരു മനുഷ്യൻ ആദ്യം ജനിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സിലാണ്. രണ്ടാമത് ജനിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. മൂന്നാമത് ജനിക്കുന്നത് ലോകത്തിൻ്റെ മടിത്തട്ടിലാണ്. നാലാമത്തെ ജന്മം അവൻ സ്വീകരിക്കുന്ന ജീവിതാന്തസ്സിലാണ്. വിവാഹമാകാം, സന്യാസമാകാം, എന്തുവാണ്. അടുത്ത ജനനം അവൻ്റെ മരണമാണ്. മരണത്തിലൂടെ ജനിക്കുന്നു. 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അസീസിലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വലിയ വിശുദ്ധൻ, അദ്ദേഹം ചില പ്രാർത്ഥനയാണ്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ ജനിക്കുന്നത്. ജീവിതത്തിൽ തന്നെ കാണാമല്ലോ, അപ്പനമ്മമാർ ശരിക്കും മരിച്ച് ജീവിക്കുമ്പോഴാണ് മക്കൾ വലുതാവുക. ഡോക്ടർമാർ, നേഴ്സുമാർ മരിക്കുമ്പോഴാണ് രോഗിക്ക് സൗഖ്യം. അധ്യാപകർ മരിച്ച് ജീവിക്കുമ്പോഴാണ് വിദ്യാർത്ഥിയുടെ വിജയം. എവിടെ മരണമുണ്ടോ അത് കഴിഞ്ഞ് ഒരു ഉത്ഥാനമുണ്ട്. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിൻ്റെ ഉയർപ്പുണ്ട്. ആരെല്ലാം നന്നായിട്ട് ലോകത്ത് ജീവിക്കുന്നോ അവർ
സിമിത്തേരി കൊണ്ട് തീരുകയല്ല, ഒരു ചുഴലക്കള്ളം കൊണ്ട് തീരുകയല്ല, അവർ പിന്നെയും ജീവിച്ചുകൊണ്ടിരിക്കും. മഹാത്മാഗാന്ധി നന്നായിട്ട് ജീവിച്ചു. അദ്ദേഹം ഇന്നും ഉത്ഥാനം ചെയ്ത് മനുഷ്യൻ്റെ മനസ്സുകളിൽ ജീവിക്കും. സോക്രട്ടീസ് ഒരു വലിയ ചിന്തകൻ മരിച്ചു, പക്ഷെ ഉയർത്തു ജനഹൃദയങ്ങളിൽ, ജനകോടികളുടെ മനസ്സുകളിൽ. ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം എന്നും ഉയർക്കുന്ന ജീവിതമായിട്ട് മാറണം. നിത്യ സനാതന സത്യത്തെ ഒരിക്കലും നമുക്ക് കുഴിച്ചു മൂടാൻ പറ്റില്ല. അതിന്നല്ലെങ്കിൽ നാളെ ഉയർത്തി വരും. അതാണ് യേശുവിൻ്റെ ഉത്ഥാനം നമ്മൾ കാണുക. പലവിധ കമൻറ്റുകൾ വരാം, പരദൂഷണങ്ങൾ വരാം, വിമർശനങ്ങൾ വരാം, ദേഹം മുറിവേൽപ്പിക്കപ്പെടാം. എങ്കിലും സത്യത്തിന് വേണ്ടി നിൽക്കുന്നവന് അതൊന്നും പ്രശ്നമില്ല. അവനറിയാം ഇത് കഴിഞ്ഞ് ഒരു ഉയർപ്പിൻ്റെ മൂന്നാം പുലരിയുണ്ടാവും, ഉത്ഥാനത്തിൻ്റെ മൂന്നാം പുലരിയുണ്ടാവും. അതുകൊണ്ടാണ് ജീവിതാവസാനത്തിൽ എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുകയല്ല എന്ന ഉറപ്പുള്ള ക്രിസ്തു കുരിശുകളും വേദനകളും വന്നപ്പോൾ അതിനെ അഭിമുഖീകരിച്ച രീതികളുണ്ട്. ഇവിടെയാണ് ഉത്ഥിതനെ ഓർക്കുമ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. നല്ലവർ സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. നല്ലവർ സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 3 ഉത്തരങ്ങൾ ക്രിസ്തുവിലൂടെ ഈ ഉയർപ്പ് ഞായറാഴ്ച നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പതിപ്പിക്കാം. 1, നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കും. ശാന്തതയിലേക്ക് പ്രവേശിച്ചവർ എന്നും മനുഷ്യഹൃദയങ്ങളിൽ ഉയർത്തി നിൽക്കും. യേശുവിനെ ചാട്ടയടിച്ചവർ, കുരിശിൽ തറച്ചവർ, അനാവശ്യമായി വിമർശിച്ചവർ എല്ലാവരും ഉണ്ട്. എന്നിട്ടും അതിന് നടുവിൽ യേശു ശാന്തനായിരുന്നു. പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കണ്ടിട്ടില്ല ചില കുടുംബങ്ങളിൽ നല്ല അപ്പനമ്മമാർ മരിക്കാൻ കിടക്കുമ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ദൈവമേ നിൻ്റെ കരങ്ങളിൽ കൈസോരിയിലും ഈശോ മറിയ യോസേപ്പേ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. നല്ലവർ മരിക്കുമ്പോൾ ഒരു ശാന്തതയുണ്ട്. അങ്ങനെയുള്ള അപ്പനമ്മമാർ മക്കളുടെ മനസ്സിൽ എന്നും ഉയർത്തി നിൽക്കും. മുറുമുറുത്തും പെറുപെറുത്തും വിദ്വേഷവും കാണിക്കുന്നവർ മരിച്ചു കഴിയുമ്പം ഈ ശവങ്ങൾ പോയി കിട്ടിയാൽ മതി എന്നോർക്കും. നല്ലവർ മനുഷ്യ മനസ്സിൽ എന്നും ഉയർത്തി നിൽക്കും. അത് മതത്തിലാകാം, അത് രാഷ്ട്രീയത്തിലാകാം, സാമൂഹ്യ വേദികളിലാകാം. നമ്മളും ഉയർക്കുന്ന മനുഷ്യനാകണം. ജീവിതകാലം നന്നായിട്ട് ജീവിക്കണം. ക്രിസ്തു പറഞ്ഞു, ഞാൻ മരിച്ചാലും നിത്യം ജീവിക്കും. മൂല്യങ്ങൾ പഠിപ്പിച്ചവൻ, ബോധ്യങ്ങൾ പഠിപ്പിച്ചവൻ, ക്ഷമിച്ചവൻ, വിട്ടുവീഴ്ച കാണിച്ചവൻ, ഒരിക്കലും മരണമില്ല. അവരെന്നും ഉയർത്തി നിൽക്കും. രണ്ടാമത് ഒരു ചിന്ത കൂടെയുണ്ട്. ഉയർത്തെഴുന്നേൽക്കുന്നവർ മറ്റുള്ളവരെ നോക്കും. ജീവിക്കുന്ന കാലത്ത് മറ്റുള്ളവരെ നോക്കും. അങ്ങനെ നോക്കുന്നവർക്ക് ഒരിക്കലും മരണമില്ല. യേശുവിൻ്റെ കുരിശിൻ്റെ വഴികളിൽ ഒരുപാട് ഭക്ത സ്ത്രീകൾ അവനെ ആശ്വസിപ്പിച്ചു. പക്ഷേ ക്രിസ്തു തൻ്റെ വേദന മറന്നിട്ട് ജെറുസലേം പുത്രിമാരെ നിങ്ങളെ ഓർത്ത് കരയല്ല. നിത്യമായി ജീവിക്കുന്നവർ അവരുടെ ജീവിതകാലത്ത് ചുറ്റുമുള്ള മനുഷ്യൻ്റെ കഷ്ടപ്പാടിലേക്ക് നോക്കും, വേദനയിലേക്ക് നോക്കും. അങ്ങനെ നോക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഉദാഹരണം മദർ തെരേസ എടുക്കുക, അമൃതാനന്ദമയി ദേവി എടുക്കുക. മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്തോ അവർ വിട്ടുപോയാലും ഒരിക്കലും നിത്യമായി മാറുകയില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കും, ഉയർത്തെഴുന്നേൽക്കും. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തി നിൽക്കുന്നു. ജീവിതകാലം മറ്റുള്ളവർക്ക് വേണ്ടി. നമുക്ക് 2 വിധത്തിൽ ജീവിക്കാൻ പറ്റും. ഉയർപ്പിൽ ഒരു തീരുമാനം, ഏത് വിധത്തിലാണ് എൻ്റെ ജീവിതമെന്ന്. 1, ഒരാൾക്ക് ഇപ്പം ബൈബിളിൽ ഒരു ഉപമയുണ്ട്. നല്ല സമറിയാക്കാരൻ ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടന്നു. അതിലെ പോയ 2 പേരോർത്തു, ഇവനെ തൊട്ടാൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും, ഞങ്ങൾക്ക് എന്നാ പറ്റും. അവനെ തൊഴാൻ പോയാൽ നഷ്ടക്കച്ചവടമാണ്. അവനെ അടുത്ത് ചെന്നാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം. അവനെ തൊട്ടാൽ ഞങ്ങൾക്ക് എന്നാ പറ്റും. പക്ഷെ ഒരു സമറിയാക്കാരൻ ആ വഴിയെ പോയി. അവനോർത്തു, ഞാൻ അവനെ തൊട്ടില്ലെങ്കിൽ അവൻ എന്നാ പറ്റും. ഒന്നാമത്തവനോർത്തു, തൊട്ടാൽ എനിക്ക് എന്നാ പറ്റും. സമറിയാക്കാരനോർത്തു, തൊട്ടില്ലെങ്കിൽ അവൻ എന്നാ പറ്റും. ലോകം നിൽക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഉയർപ്പ് വഴിയാണ്. അൽബേനിയക്കാരി ഒരു യുവതി ഓർക്കുക. കൽക്കട്ടയുടെ തെരുവീതികളിൽ പുഴുക്കുത്തേടെ ജീവിതങ്ങളെ തൊടാൻ പോയാൽ എനിക്കെന്നാ കിട്ടും, പക്ഷെ ഓർത്തു തൊട്ടില്ലെങ്കിൽ അവർക്കെന്നാ പറ്റും. അപ്പോൾ ഒരു മദർ തെരേസ നിത്യമായി മനുഷ്യ മനസ്സാക്ഷിയിൽ ഉയർന്നു നിൽക്കുന്നു. ഓരോ സ്ത്രീയും ഓർക്കുക, വേദനയോടെ നൊന്ത് പ്രസവിച്ചാൽ എനിക്കെന്നാ കിട്ടും. ഓരോ അമ്മയോർത്തു, ജന്മം നൽകിയില്ലെങ്കിൽ ഈ ലോകത്തെന്നാ പറ്റും. നഷ്ടങ്ങൾ സഹിക്കുന്നവർ ഭൂമിയിൽ ഉണ്ടായാൽ അവരെന്നും ഉയർത്തി നിൽക്കും.
BC-യിലും AD ഒക്കെ ജീവിച്ച് മരിച്ചുപോയ പുണ്യകഥാപാത്രങ്ങൾ, ചരിത്ര പുരുഷന്മാർ ജീവിതത്തിൽ നഷ്ടം സഹിച്ചവരാ. നഷ്ടം സഹിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. മറ്റുള്ളവരിലേക്ക് നോക്കുന്നവർ, ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം മണത്തിൻ്റെ അംശം കൊണ്ട് പറമക്കാരെ നോക്കുന്നവർ, ആകാശപ്പറവുകളെ പോറ്റുന്നവർ, ആശുപത്രി വാർഡ് സന്ദർശിക്കുന്നവർ, മാനസിക രോഗികൾക്ക് കേന്ദ്രം പണിയുന്നവർ, എന്തിനു വേണ്ടിയാ? ചുമ്മാ ജീവിച്ചാൽ പോരെ. അവരൊക്കെ തിരിയുക. അങ്ങനെ തിരിഞ്ഞു നോക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അപ്പോൾ നിത്യജീവൻ വേണോ? ഒരു ഉത്ഥാനം വേണോ? ലോകത്തിൽ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കുക, മറ്റുള്ളവരിലേക്ക് തിരിയണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. വീട്ടിൽ നമ്മൾ കാണുന്നു ഉയർത്തിന് മുന്നോടിയായി ക്രിസ്തുവിൻ്റെ ക്ഷമ, ഒരു ക്ഷമിക്കുന്ന സ്നേഹം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ക്ഷമിക്കുന്നവർ മരിച്ചാലും നിത്യം ജീവിക്കും. മനുഷ്യ മനസ്സുകളിൽ ക്ഷമ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് ആന്തരിക സൗഖ്യം, ക്ഷമിക്കുമ്പോഴാണ് രോഗശാന്തി, ക്ഷമിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. കുറേ നാളുകൾക്ക് മുമ്പ് അങ്കമാലി കവലയിൽ പണ്ട് ഒരു ഓണക്കളി നടന്നു. ഉച്ച കഴിഞ്ഞ് 2:30 മെയിൻ റോഡിൽ പോകുന്ന വണ്ടിയെല്ലാം പോക്കറ്റ് റോഡിലേക്ക് തിരിച്ചു വിട്ടു. 2:30 ആയപ്പോൾ റെഫറി വന്ന് വിസിലൂതി. 500ഓളം ഗ്രാമവാസികൾ റോഡിൽ 2 സൈഡിൽ നിന്നു. അടുത്ത വിസിലൂതിയപ്പോൾ 5 ചെറുപ്പക്കാരിയായിരുന്നു ഒരു മുഴുത്ത വടം കൊണ്ടുവന്ന് റോഡിൽ നടുക്കോട്ട് വെച്ചു. പിന്നത്തെ വിസിലിന് ഒരു പിടിയാന വടത്തിൻ്റെ വടക്കേയറ്റത്തും 30 പെണ്ണുങ്ങൾ തെക്കേയറ്റത്തും നിന്നു. ആ വർഷത്തെ ഓണം സ്പെഷ്യൽ 30 പെണ്ണുങ്ങളും പിടിയാനായിട്ടുള്ള വടംവലിയായിരുന്നു. 3 മണിക്ക് ഫൈനൽ വിസിലൂതി. ആന വടത്തെ പിടിച്ച് പൊങ്ങി, 30 പെണ്ണുങ്ങളും പൊങ്ങി. ആഞ്ഞാഞ്ഞ് വലിക്കുക. 5 മിനിറ്റായി. ആന എത്ര നോക്കിയിട്ടും പെണ്ണുങ്ങളെ നീക്കാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങൾ എത്ര നോക്കിയിട്ടും ആനയും നീക്കാൻ പറ്റുന്നില്ല. 2 കൂട്ടരും നല്ല പിടിവാശി. ആഞ്ഞാഞ്ഞ് വലിച്ചു. കൃത്യം 3:05 ആയപ്പോൾ പിടിയാന വടത്തെ നിന്ന് വിട്ടു. പിന്നല്ലേ ഓണക്കാഴ്ച. 30 എണ്ണം ആകാശം സാക്ഷിയായി പടർന്ന് പന്തിരിച്ച് റോഡിൽ ഒരു കിടപ്പ്. ആർക്കാ നേട്ടം? പിടിച്ചെന്ന പെണ്ണുങ്ങൾക്കാണ്, വിട്ടുകൊടുത്ത ആനയ്ക്കാണോ? വിട്ടുകൊടുത്ത ആനയ്ക്കുക. വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, അയയുക, വിട്ടുവീഴ്ച ചെയ്യുക. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് ആന്തരിക സൗഖ്യമുണ്ട്. അവർ മരിച്ചാലും ജീവിക്കും. ഉയർപ്പ് തിരുനാൾ ഈ 3 ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. 1, നമ്മുടെ ജീവിതത്തിൽ നന്നായി ജീവിച്ച് നിത്യം ജീവിതമായിട്ട് മാറുക. കൊച്ചു ജീവിതത്തെ നിത്യജീവിതമാക്കി മാറ്റുക. 2, നമ്മുടെ വേദനയുടെയും നൊമ്പരങ്ങളുടെയും നടുവിൽ മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞ് ജീവകാരുണ്യ പ്രവൃത്തികൾ, പരസ്നേഹ പ്രവൃത്തി ചെയ്ത് മനുഷ്യ മനസ്സിൽ നിത്യം ജീവിക്കുക. 3, ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് നിത്യമായിട്ട് ജീവിക്കുക. ശത്രുക്കൾ യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ യേശു ശത്രുതയെ കുരിശിൽ വധിച്ചു. യേശുവിനെ ശത്രുവായി കണ്ടവരുണ്ട്, പക്ഷേ യേശുവിന് ശത്രുക്കൾ ആരുമില്ല. ഉയർപ്പ് നമ്മളെ വിളിക്കുന്നു. ഈ ഒരു മനോഭാവത്തിൽ, ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തിലെ യാത്രകളെ നമ്മൾ ക്രമീകരിക്കുക. അവൻ കല്ലറ വിടർന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മഗ്ദലനാക്കാരി മറിയമെന്ന സ്ത്രീയും പത്രോസും യോഹന്നാനും ഒക്കെ കല്ലറയെങ്കിൽ ഓടിയെത്തി യേശുവിനെ കാണാൻ. പക്ഷെ അവർ അവനെ കണ്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ ഒരു വാക്ക് പറഞ്ഞു, അവൻ ഇവിടെയില്ല, അവൻ ഗലീലയിലേക്ക് പോയി, ഗലീലി അവിടത്തേക്ക് പോയിരിക്കുന്നു. ഇന്നും ഇത് ആവർത്തിക്കും. നന്നായിട്ട് ജീവിച്ച മനുഷ്യൻ, സത്യത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ ഒരിക്കലും ഭൂമിയുടെ മുറിവിൽ കലറയെ കിടക്കുകയല്ല. അവൻ ഉയർത്തെഴുന്നേൽക്കും, സത്യമായും ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു ധൈര്യവും ബോധ്യവും നമുക്ക് വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗലീലയിലേക്ക് അവൻ പോയി. ഉയർപ്പ് തിരുനാൾ നമ്മളെ വിളിക്കുന്നു. ജീവിതത്തിൻ്റെ ഗലീലിയിൽ അവനെ കാണാനുള്ള വിളിയാണ് ഉയർപ്പ്. ജീവിതത്തിൻ്റെ ഗലീലിയിൽ മാനസിക ആശുപത്രിയിൽ മാനസിക വൈകല്യമുള്ള രോഗിയായി ഗലീലിയിൽ അവനെ കാണണം. അവനിൽ ക്രിസ്തുവിനെ കാണണം. ആശുപത്രിയുടെ കിടക്കയിൽ മുറിവേറ്റ രോഗബാധിതനായ മനുഷ്യൻ്റെ ശരീരത്തിൽ ഗലീലി ആണ്, ആശുപത്രിയിലെ ഗലീലി, അവിടെ അവനെ കാണണം. ആ കല്ലറയിൽ അങ്കി മടക്കി വെച്ചതും ചുരുട്ടി വെച്ചിരിക്കുന്ന കച്ചയും കണ്ടു. ചുരുട്ടിയ കച്ച മടക്കി വെച്ച അങ്കി, പക്ഷെ അവനെ കണ്ടില്ല. ഇതാണ് ജീവിതം. ഒരുപക്ഷെ ഒരപ്പനെ അമ്മയെ ഒരു കല്ലറയിൽ അടക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ പെട്ടിയുടെ നുറുക്കും അസ്ഥിയുടെ പൊടിയുമുണ്ട്, കച്ചയും അങ്കിയും പോലെ. പക്ഷേ ഉത്തരനില്ല. അതുപോലെ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ അവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ജീവിതം. അപ്പം നമ്മുടെ ജീവിതം ഉയർത്തിൻ്റെ ജീവിതമാക്കി ജീവിതകാലത്തെ നമ്മൾ ക്രമീകരിക്കുക. അങ്ങനെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു. ആ ക്രിസ്തു
തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അത് വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മുറികളുണ്ട്. ഞാൻ പോയി അവിടെ ആയി കഴിയുമ്പോൾ നിങ്ങളുമായിരിക്കേണ്ടതിന് കൂട്ടിക്കൊണ്ടുപോകും, വീണ്ടും കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് ക്രിസ്തുവിൻ്റെ വാക്ക്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവിക സത്യങ്ങൾ മുറുകെ പിടിക്കുന്ന എല്ലാവരും പിതാവിൻ്റെ ഭവനത്തിൽ ഒരു മുറിയുണ്ട്. അവരവിടെ നിത്യം വസിക്കും, നിത്യം ജീവിക്കും. ആ ഒരു ബലവും നമുക്ക് വേണം. ജീവിതത്തിൽ നഷ്ടങ്ങൾ സഹിക്കുമ്പോൾ ആരും നിരാശപ്പെടരുത്. തോമാസ് ലീഗ എന്ന അപ്പസ്തോലൻ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് ചോദിച്ചു, ക്രിസ്തു ആണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ക്രിസ്തു ചെയ്തത് തൻ്റെ ദേഹത്തെ 5 മുറിവുകൾ തോമസ് അപ്പസ്തോലിന് കാണിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിൽ ദേഹത്ത് വഹിച്ച 5 മുറിവുകൾ മരണാനന്തരവും ആ ശരീരത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൻ്റെ തുടർച്ചയാണ് നിത്യജീവിതം. ഇവിടം കൊണ്ട് തീരുകയല്ല. നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ ഒരുപാട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നവനാണ്. ഒരു പിണക്കം വരുമ്പോൾ ഇനി മിണ്ടുകയല്ല, ഫുൾ സ്റ്റോപ്പ്. ഭാര്യ വീട്ടുകാരും ഒരു ബന്ധവും വേണ്ട, ഫുൾ സ്റ്റോപ്പ്. ഭർത്താവിൻ്റെ വീട്ടുകാരോട് ബന്ധം വേണ്ട, ഫുൾ സ്റ്റോപ്പ്. ആ വീട്ടിൽ കയറി ഈ വീട്ടിൽ കയറിയല്ല, ഫുൾ സ്റ്റോപ്പ് ഇടുന്നവരാ. പക്ഷേ ക്രിസ്തു ഫുൾ സ്റ്റോപ്പ് മായിച്ച് കോമയാക്കുന്നവനാ. മരണമെന്ന ഫുൾ സ്റ്റോപ്പിനെ മായിച്ച് ഉത്ഥാനമാക്കി മാറ്റും. ഇതല്ല ഉയർപ്പ് തിരുനാൾ നമുക്ക് തരുന്ന സന്ദേശം. അപ്പോൾ ജീവിതത്തിൻ്റെ യാത്രകളിൽ നിരാശപ്പെടാതെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുവാനും അങ്ങനെ ജീവിച്ച് ഉത്യതനെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ദൈവം നമ്മളെ വിളിക്കുക. ഒരായുസേ ഉള്ളൂ. ആ ആയുസ് വിശുദ്ധിയോടെ നമ്മൾ ജീവിച്ചു തീർക്കണം. സത്യത്തിൽ ജീവിക്കുന്നവർക്കും സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്കും ഓർക്കാം, 3-ാം ദിവസം സത്യം ഉയർത്തെഴുന്നേൽക്കും. ഒരു വാഴയുടെ വിത്ത് മണ്ണിൽ താഴ്ത്തുമ്പോൾ ശക്തിയോടെ ഉയർത്തി വരും. ഒരു പന്ത് വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ ശക്തിയോടെ ഉയർത്തി വരും. ലോകത്തിൽ ശക്തിയോടെ ജീവിച്ചവർ, സത്യത്തിന് വേണ്ടി ജീവിച്ചവർ, നന്മയെ ജീവിച്ചവർക്ക് ഒരിക്കലും മണ്ണിൽ മറയാനാവില്ല. അവർ ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ. ഇവിടെയാണ് ബൈബിളിൽ പൗലോസ് ലീഗ എന്ന അപ്പസ്തോലൻ പറയുന്നു, ക്രിസ്തു എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിൽ നിൽക്കും? നഗ്നതയോ ആപത്തോ പട്ടിണിയോ വാളോ ഒന്നിനും എൻ്റെ കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുക സാധ്യമല്ല. ഈ ബോധ്യം ഉയർത്തി തിരുനാളിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ജാതിബന്ധ ഭേദമന്യേ സകലർക്കും ഉയർത്തി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം സൂര്യ ടിവിയുടെ പ്രേക്ഷകരായ നിങ്ങളെല്ലാവർക്കും ആത്മാർത്ഥമായ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈസ്റ്റർ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം സ്റ്റെഫി ലിയോണിനൊപ്പം ബെന്നി പി നായരമ്പലം. ഹലോ ബെന്നി ചേട്ടാ, നമസ്കാരം. വെൽക്കം ടു ഗുഡ് മോർണിംഗ് ഈസ്റ്റർ. താങ്ക് യു. എന്തൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ ഈസ്റ്ററിന്റെ ഒരുക്കങ്ങൾ? ഒരുക്കങ്ങൾ ആസ് യൂഷ്വൽ പള്ളിയിൽ പോവും. അത് മുടങ്ങാതെ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. എല്ലാ ഫാമിലി ആയിട്ട് മോളും അന്നയൊക്കെ വരും. എല്ലാവരും ഉണ്ടാവും. അന്ന ഉണ്ടാവും. അമ്മ ഉണ്ടായിരുന്ന കാലത്ത് കുറച്ചും കൂടി വിപുലമായിട്ടായിരുന്നു. കാരണം എപ്പോഴും മാതാപിതാക്കളുള്ള കുടുംബത്തിൽ ഇത്തിരി കൂടി കർശനമായിട്ടുള്ള സ്പിരിച്വൽ കാര്യങ്ങളിൽ ഇത് ഉണ്ടാവില്ല. അപ്പോൾ അമ്മയുള്ള കാലത്ത് ബ്രദേഴ്സ് എല്ലാം വരും. അപ്പോൾ പലരും പല സ്ഥലത്താണ്. മദ്രാസിൽ താമസിക്കുന്നുണ്ട്, തൃശ്ശൂരുണ്ട്, ചാലക്കുടിയിലുണ്ട്. അങ്ങനെ എല്ലാ ബ്രദേഴ്സും ഒരു സിസ്റ്റർ ഉണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കലാണ് ക്രിസ്മസും ഈസ്റ്ററും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ്. അപ്പോൾ അമ്മ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ വരവ് കുറഞ്ഞ് എല്ലാവരും അവരുടേതായ ഒരു സെറ്റപ്പിൽ ആഘോഷങ്ങളിലേക്ക് പോയി. പാരൻസ് ഉണ്ടെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിലാണ് മക്കളെല്ലാം ഓടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. എങ്കിലും ഞങ്ങളുടെ ചെറിയ കുടുംബം അന്നയും സൂസന്നയും ഞാനും വൈഫും അടങ്ങിയ ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അന്ന ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൽക്കിയിലൊക്കെ നല്ല അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇപ്പം അതിനൊക്കെ എങ്ങനെയാണ് സജഷൻസ് എടുക്കുമോ അതോ അല്ല, ഈ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇപ്പം ചിലത് എന്നെ വിളിച്ചിട്ട് വരുന്ന പ്രോജക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് മാനേജർ വഴി വരുന്നുണ്ടാവും. അപ്പോൾ സബ്ജക്റ്റ് കേട്ടിട്ട് അവർ നേരിട്ട് തന്നെ അന്നയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു നരേഷൻ പറയും. അങ്ങനെയാണ് പ്രോജക്റ്റുകൾ എടുക്കുന്നത്. എല്ലാവരും ഒരു കലാകാരന്മാരും കലാകാരികളല്ലേ. അപ്പം എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കാം കേട്ടോ. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ചോദിക്കുകയാണ്, ചേച്ചി എന്തെങ്കിലും ആക്ടിവിറ്റീസ് കലാപരമായിട്ട് വരയ്ക്കും? പുള്ളിക്കാരി നന്നായിട്ട് വരയ്ക്കും. പിന്നെ
പാട്ടൊക്കെ അത്യാവശ്യം പാടും. പിന്നെ ഏറ്റവും കൂടുതൽ സിനിമ ക്രൈസ് ഉള്ളത് ഞങ്ങളുടെ വീട്ടില് വൈഫിനാണ്. ഓ അതാണ്. അപ്പൊ ഭയങ്കര സിനിമ പ്രേമി. എന്നേക്കാൾ കൂടുതൽ സിനിമ കാണുകയും ടിവിയിലും മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ സിനിമാ വിശേഷങ്ങളൊക്കെ നോക്കി വെക്കുന്നതൊക്കെ വൈഫാണ്. ഓ ചേച്ചിയാണ്. ഞങ്ങള് കാണാത്ത പോലും പുള്ളിക്കാരത്തി പറയും ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു സപ്പോർട്ട് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. നമ്മുടെ ഈ ഒരു ഞാറയ്ക്കൽ ബേസ്